ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Aswathy Ganga. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ് കേട്ടോ. ഒരു ക്രിസ്മസ് ട്രീ, കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടതിന് കളർ പേപ്പറാണ്. ക്രിസ്മസ് ട്രീ ഗ്രീൻ കളർ ആയതുകൊണ്ട് ഗ്രീൻ പേപ്പറാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു നല്ല ഗ്രീൻ അല്ലായിരുന്നു, കുറച്ച് ലൈറ്റ് ഗ്രീൻ ആയിരുന്നു. നല്ല ഗ്രീൻ ആയിരിക്കും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിൽ മടക്കിയെടുക്കുക. ഇതിന് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഗം വേണം, പിന്നെ ഒരു കളർ പേപ്പർ വേണം. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഈസി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. ഞാൻ ഇതിൻ്റെ ഒരു 2-3 കളറ് ഈ ഒരു ഗ്രീനിലല്ലാണ്ടും വേറെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുക. ഞാനിത് ആദ്യം 3ആയിട്ട് ഫോൾഡ് ചെയ്ത് അതിനുശേഷം ഞാനത് മാറ്റി 4ആക്കി ഫോൾഡ് ചെയ്തായിരുന്നു. തിരിച്ചും മറിച്ചും അങ്ങ് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ, ആ ഇത് കണ്ടതുപോലെ തന്നെ. അപ്പോൾ ഞാൻ അന്നേരം ആ വീഡിയോ മിസ്സായിപ്പോയി, എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആ ഒരു കട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് കാണിച്ചു. വളരെ ഈസിയാണ്, ഡയമണ്ട് ഷേപ്പിൽ നമുക്കിത് വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഡയമണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ആ വീഡിയോയിൽ അത് മിസ്സായിപ്പോയി, അതുകൊണ്ട് ഞാനത് ഒന്നുകൂടി പിന്നെ ഈ കട്ട് ചെയ്യുന്ന ഒന്നുകൂടി ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇപ്പം ഈ ഒരു പേപ്പർ അത്യാവശ്യം നീളമുള്ളത് കൊണ്ട് തന്നെ ഞാൻ 4ആയിട്ട് പിന്നെ മടക്കിയിട്ടാണ് ചെയ്തത്. 3ആയിട്ട് മടക്കിയാൽ കുറച്ചുകൂടി വലുപ്പം ഉണ്ടാകും. ഒരു ഡയമണ്ടിൻ്റെ വലുപ്പം കുറച്ച് വലുതായിരിക്കും. കുറച്ചുകൂടി ചെറുതായിരിക്കുന്നതാണ് ആ ഒരു ട്രീ കാണാൻ കുറച്ചുകൂടി ഭംഗി, ചെറുതായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4ആയിട്ട് മടക്കിയത്. നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്കാണ് വേണ്ടത്. ഈ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അതൊന്ന് കർവാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് എടുക്കുക. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത്.
അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അവർക്ക് ഇങ്ങനത്തെ നമ്മൾ ഈ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. എനിക്കങ്ങനെ ഉണ്ടാക്കുമ്പം നല്ല കഴിഞ്ഞോണ്ട് ഞാൻ ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് സ്റ്റാറൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നാൽ പോലും നമ്മളിങ്ങനെ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ സ്വയം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അതിന്. കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പല കളറിൽ ഉണ്ടാക്കാൻ നമുക്ക് നല്ല ഈസിയാണ്. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ, അരമണിക്കൂർ പോലും വേണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രീ ഉണ്ടാക്കാൻ ഒരു ദിവസം ഒരു അരമണിക്കൂർ നമുക്ക് ചിലവാക്കാൻ പറ്റുമെങ്കിൽ നമുക്കിങ്ങനൊരു ഈസി ആയിട്ടൊരു ട്രീ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം പണിയൊന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഇതിലേക്ക് എന്താ പറയുക, ഒന്ന് ഗ്ലൂ വച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ അതിൽ ആദ്യം ഗ്ലൂ വച്ചു, എന്നിട്ടാണ് ഒട്ടിച്ചത്. പിന്നെ എനിക്ക് തോന്നി അതല്ല, നമ്മളെ കട്ട് ചെയ്ത ഓരോ ഡയമണ്ട് പീസ് ഉണ്ടല്ലോ അതിലേക്ക് ഗ്ലൂ ഒട്ടിച്ചിട്ട് അത് നേരെ അങ്ങ് ഡയറക്റ്റായിട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ പിന്നെയൊക്കെ ഞാൻ ചെയ്തത് അങ്ങനെയായിരുന്നു. ഡയമണ്ടിൽ ആദ്യം തന്നെ ആ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഗ്ലൂ ഒട്ടിച്ചിട്ട് അതാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തത്, ഈ നേരെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാണ്ട്. അപ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞു. ആദ്യത്തെ ലെയർ മാത്രമാണ് അങ്ങനെ ചെയ്തോളൂ. വളരെ ഈസിയാണ്. പിന്നെ അടുക്കി വയ്ക്കുമ്പോഴത്തേക്കും ആ ട്രീക്ക് ഒരു ഭംഗി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ട്രീ അതനുസരിച്ച് ഇങ്ങനെ നല്ല വിടർന്ന് പൈൻ മരം പോലെയൊക്കെ നിൽക്കും. നല്ല രസമായിരിക്കും കാണാനായിട്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ശരിക്കും ഒരു ഒരു പൈൻ മരം അല്ലേ. അപ്പൊ നമുക്ക് ഇതിനൊരു സ്റ്റിക്കൊക്കെ അടിയെന്ന് കൊടുത്ത് ഇങ്ങനെ സ്റ്റാൻഡ് പോലെ വയ്ക്കാം കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് സ്റ്റാർ കൊടുക്കാം. കുഞ്ഞു സ്റ്റാർ നമുക്ക് പേപ്പർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആ സ്റ്റാർ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇത് ശരിക്കും ഒരു നല്ല ഗ്രീൻ അല്ല, ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. അപ്പൊ നല്ല ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ശരിക്കും ലുക്ക് വരും. എനിക്ക് പേപ്പറാണ് കിട്ടിയില്ല. അപ്പൊ ഞാൻ നേരത്തെ ഇതിനു മുമ്പ് എന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ വെച്ചിട്ട് സ്റ്റാർ ഉണ്ടാക്കിയായിരുന്നു. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ സ്റ്റാർ ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇളം പച്ചയില്ലേ അതാണ് നോക്കിയത്. പക്ഷെ എനിക്ക് ആ കളർ പേപ്പർ കിട്ടിയില്ല. അപ്പൊ എനിക്ക് കിട്ടിയ പേപ്പർ ഈ ഒരു ഗ്രീൻ ആയിരുന്നു. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റാർ ഞാൻ കുറച്ച് 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഞാനൊരു വലിയൊരു സ്റ്റാറാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് തന്നെ കുഞ്ഞു സ്റ്റാറിന് പേപ്പർ കൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാം. നല്ല രസമായിരിക്കും സ്റ്റാർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ. നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, കൂടാണ്ട് ഞാൻ വേറെ കളറിലും ഉണ്ടാക്കി. ചുമ്മാ ഒരു രസത്തിന് വേറെ കളറിൽ ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഈ ഒരു വാടാമല്ലി കളർ. ഇതിന്റെ ആ താഴെഭാഗം കുറച്ച് വെട്ടിയപ്പോൾ ഷേപ്പ് അത്രയ്ക്കും കറക്റ്റ് ആയില്ല. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു കുഴപ്പം. നല്ല ഇരുന്നോളൂ കേട്ടോ, അങ്ങനെ വച്ചാൽ ഇരുന്നോളും. കണ്ടോ, ഇതിൽ ഞാൻ സ്റ്റാർ കട്ട് ചെയ്ത് നല്ല വലിപ്പമുള്ള സ്റ്റാർ ആണ്. അപ്പം ഇത് 3ആണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിന്റെ പേപ്പർ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചൊരു കട്ടിയുള്ള പേപ്പറാണ്, ഇത് കുറച്ച് കട്ടി കുറഞ്ഞ പേപ്പറാണ്. എന്നാലും കുഴപ്പമില്ല, കട്ടി കുറഞ്ഞായാലും മീൻസ് ഇത് കണ്ടോ, ഇതിപ്പോൾ കുറച്ച് ദിവസം ആയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കുറച്ചുകൂടി ചുരുണ്ട് മേളിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഇതിന്റെ എനിക്ക് ആ ഒരു ഗ്രീൻ കളർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു കളറാണ് ഉണ്ടായിരുന്നത്. നമുക്കിങ്ങനെ പല കളറിൽ ഉണ്ടാക്കാം. അതുപോലെ സ്റ്റാർ നമുക്ക് തന്നെ കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കി ഇതിന്റെ മേളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ക്രിസ്മസ് ട്രീ.